മലപ്പുറം നിലമ്പൂരിൽ ഭർത്തൃമാതാവ് മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തി. കുണ്ടുങ്ങൽ സ്വദേശി രജിതയാണ് മരിച്ചത്. പ്രതി ശാന്തയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട്. അരുൺ, എന്തിന്റെ പേരിലാണ് ഈ കൊലപാതകം? തർക്കങ്ങൾ നിലനിൽക്കുന്നു. പിന്നാലെയാണ് ഇന്ന് രാവിലെ ചായ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടാകുന്നത്. പിന്നാലെ ഈ ഭർത്തൃമാതാവ് രജിതയെ ആക്രമിക്കുകയായിരുന്നു, വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ആ സമയത്ത് ഇതിന് ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു തർക്കം നിലനിന്നതായി പോലീസ് എന്തായാലും നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി ബാക്കി അന്വേഷണങ്ങൾ തുടരന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായ ഒരു കൊലപാതകം. സ്വന്തം അമ്മയെ അച്ഛൻ്റെ അമ്മ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന കാണേണ്ടി വന്ന രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ട് പെൺകുട്ടികൾ. അവരുടെ മുമ്പിലാണ് കഴിഞ്ഞ ദിവസം ആ ഒരു കൊലപാതകം നടന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാവിട്ട് കരയുക മാത്രമാണ് ആ കുട്ടികൾ ചെയ്തത്. സംഗതി ഇങ്ങനെയാണ്. അതായത് ശാന്ത എന്ന് പറയുന്ന ആ ഒരു വയോധികയായ സ്ത്രീ, ഇവര് ഒരു പ്രമേഹ രോഗിയാണ്. അപ്പോൾ ഇവർ രാവിലെ ചായ കുടിക്കുന്ന ആവശ്യത്തിനായിട്ട് അടുപ്പിൽ വെള്ളം വയ്ക്കുന്നു. മരുമകളെത്തി ഈ ഒരു വെള്ളമെടുത്ത് കളയുന്നു. അപ്പോൾ ഇതിനുണ്ടായ ഒരു ദേഷ്യം ആ ഒരു സ്ത്രീ കാണിച്ചത് വെട്ടുകത്തി കൊണ്ട് ആ ഒരു മരുമകളുടെ ജീവൻ എടുക്കുകയായിരുന്നു. യാതൊരു കൂസലുമില്ലാതെ പിന്നീട് അവർ പോലീസിൻ്റെ ഒപ്പം അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. പല വീടുകളിലും ഇപ്പോഴും തുടർന്ന് വരുന്ന ഒന്നാണ് ഈ അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള അകൽച്ച. മാനസികമായിട്ട് പല പെൺകുട്ടികളും അമ്മായിയമ്മമാരെ കാണുന്നത് എന്തോ ഒരു ശത്രുത പോലെ, ചില അമ്മായിയമ്മമാരെ മരുമക്കളെ കാണുന്നതും ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ. പലപ്പോഴും പണ്ടുകാലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അമ്മായിയമ്മ മരുമോള് തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ കാലം ഒരുപാട് സഞ്ചരിച്ചിട്ടും ചിലയിടത്തൊന്നും ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. പല വീടുകളിൽ ഒരു മകനുണ്ട് എങ്കിൽ ആ മകനെ കല്യാണം കഴിപ്പിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഈ മകനും അതുപോലെ തന്നെ മകന്റെ ഭാര്യയും തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. പലപ്പോഴും ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നത് ആ ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ആ ഒരു മകനെന്ന വ്യക്തിക്കായി. ഒരു ഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട മാതാവ്, മറുഭാഗത്ത് തൻ്റെ ഉത്തരവാദിത്തമായ ഭാര്യയും മക്കളും. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ചേർത്ത് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കും. പക്ഷേ നടക്കാതെ വരുമ്പോഴാണ് ഒരുപക്ഷെ നാട്ടുകാരുടെ അടക്കം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. കാരണം ചില അമ്മമാർ തൻ്റെ മകൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ മരുമകളുമായുള്ള പ്രശ്നങ്ങൾ കാരണം അവർ സ്വയം വീട് വിട്ടിറങ്ങി പല അനാഥമന്ദിരത്തിലേക്കും എത്തും. അപ്പോഴും ജനങ്ങൾ കുറ്റം പറയുന്നത് ആ മകനെയാണ്. അതേസമയത്ത് തൻ്റെ അമ്മയോട് അമിതമായി സ്നേഹം കാട്ടുകയും അമ്മയോട് മോശമായി പെരുമാറുന്ന ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കുമ്പോൾ അവിടെയും പരിഹാസ കഥാപാത്രമായി അല്ലെങ്കിൽ ആളുകളെല്ലാം കുറ്റം പറയുന്നത് ഈ ഒരു മകനെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ തന്നെയായിരിക്കും. ഒരു വിവാഹം നടക്കുമ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ഒരു കൗൺസിലിംഗ് ക്ലാസ് ഉണ്ട്. അത് എല്ലാ മതത്തിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കൗൺസിലിംഗ് ക്ലാസ്സാണ്. അതിൽ വധുവും വരനും പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു 2 ദിവസം ഈ അമ്മായി അമ്മയാകാൻ പോകുന്ന സ്ത്രീയെയും അതുപോലെ മരുമകളാകാൻ പോകുന്ന സ്ത്രീയെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കൗൺസിലിംഗ് ക്ലാസ് അത്യാവശ്യമാണ്. ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഭർത്താവിൻ്റെ അമ്മയായി വരേണ്ടവരെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കാനും അതുപോലെ തന്നെ മകൻ്റെ ഭാര്യയായി കടന്നു വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാനും പരിപാലിക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയാൻ വേണ്ടിയുള്ള ഒരു കൗൺസിലിംഗ് ക്ലാസ് കൂടി നൽകേണ്ടത് അനിവാര്യമായ ഒരു
ഘടകം തന്നെയാണ്.